വിവാദങ്ങൾ വിട്ടൊഴിയുന്നില്ല. പ്രതിസന്ധിയിൽപ്പെട്ട് നട്ടം തിരയുകയാണ് പറവൂർ നഗരസഭ. പറവൂർ ചന്തയിലെ മാലിന്യ നീക്കം മുടങ്ങിയിട്ട് 3 ആഴ്ചയിലേറെയായിട്ടും കണ്ണടിച്ച് ഇരട്ടിൽ തപ്പുകയാണ് നഗരസഭ. തുടർന്ന് നഗരസഭാ ഭരണസമിതി കണ്ണു തുറക്കണമെന്നാവശ്യപ്പെട്ട് ഓഫീസിന് മുന്നിൽ വാർഡ് കൗൺസിലർ MK ബാനർജി പ്രതിഷേധ സമരം നടത്തി. പറവൂർ നഗരസഭയുടെ ഹൃദയഭാഗമായ പറവൂർ മാർക്കറ്റാണ് നമ്മളിവിടെ ഇപ്പോൾ നിൽക്കുന്നത്. നമ്മൾ 1 മാസക്കാലമായി ഇവിടുത്തെ കച്ചവടക്കാർക്കും ജനങ്ങൾക്കും ബുദ്ധിമുട്ടായിട്ട് ഇവിടെ ചവറ് ഓരോ ആഴ്ചയിലും 2 ചന്തയാണ് ഉണ്ടാവുന്നത്. ഒന്ന് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയാണ്. അത് അന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ എടുത്തുകൊണ്ട് പോകേണ്ട ഒരു അവസ്ഥയാണ് എല്ലാ പ്രാവശ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ ചെയർപേഴ്സൺ കയറിയതിന് ശേഷം ഈ 1 മാസക്കാലമായിട്ട് പറവൂർ മാർക്കറ്റിലേക്ക് ചവറ് വാരിക്കളയുന്നില്ല, മാറ്റുന്നില്ല. പിന്നെ ഇവിടെ വരുന്ന കച്ചവടക്കാര്, പുറമേ നിന്ന് വരുന്ന കച്ചവടക്കാര് കൊണ്ടുവരുന്ന ഭക്ഷണ സാധനങ്ങൾ വിൽപ്പനക്കാണല്ലോ ഇവിടെ കൊണ്ടുവരുന്നത്. പക്ഷെ ആ ചവറിൽ ഇട്ടുകൊണ്ടാണ് വിൽപ്പന നടത്തി പോകുന്നത്. യാതൊരുവിധ നടപടികളും സ്വീകരിക്കുന്നില്ല. നഗരസഭ ഇതിന്റെ വരുമാന മാർഗം, ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാന മാർഗമാണ് നഗരസഭക്ക് ഓരോ കൊല്ലവും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നഗരസഭയിൽ ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു ലൈറ്റ് പോലും, അതായത് ഞാൻ കൗൺസിലറായി വന്നതിന് ശേഷം പല പ്രാവശ്യം ഞാൻ ഇവിടെ ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കണം, ഇവിടെ ഒരു ട്യൂബ് ലൈറ്റുകൾ സ്ഥാപിക്കണം എന്ന് പറഞ്ഞിട്ട് പോലും ചെയർപേഴ്സൺ അത് ചെവിക്കൊള്ളുന്നില്ല. അവർക്ക് ശമ്പളം കൊടുക്കാനുള്ള പൈസ മാർക്കറ്റിൽ നിന്ന് കിട്ടണം എന്നുള്ളൊരു അവസ്ഥയാണ്. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വന്നു, സമരം അവസാനിപ്പിക്കണം, ഞങ്ങൾ ചവറ് വാരാനിട്ട് വണ്ടി ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചവറ് വാരി കണ്ടതിന് ശേഷമാണ് എൻ്റെ സമരം ഞാൻ അവസാനിപ്പിച്ചത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ നഗരസഭയുടെ ഭരണാധികാരികള് വേണ്ട രീതിയിൽ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ആയിരക്കണക്കിന് ജനങ്ങളാണ് ഈ മാർക്കറ്റിൽ ചൊവ്വയും വെള്ളിയും വരുന്നത്. അവരുടെ നിത്യോപ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്ന സമയത്ത് മൂക്കും പത്തിയാണ് ഇവിടുന്ന് പോകുന്നത്. കടക്കാർക്ക് പോലും, ഇവിടെ കച്ചവടം ചെയ്യുന്ന കാലകാലങ്ങളിൽ കച്ചവടക്കാർക്ക് പോലും ഇരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് പോകുന്നത്. അതിന് നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാൻ. ചന്തയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ LDFന്റെ നേതൃത്വത്തിൽ കടുത്ത സമരങ്ങളിലേക്ക് നീങ്ങുമെന്ന് ബാനർജി അറിയിച്ചു. സമരത്തെ തുടർന്ന് വാടകയ്ക്കെടുത്ത വാഹനത്തിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ബാനർജി സമരം അവസാനിപ്പിച്ചത്.